നമ്മയും ലോകത്തെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നത് വിശ്വാസമാണ്. അതായത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയില്ല. വിശ്വസിക്കുക എന്ന ഒറ്റ വാക്കാണ് ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്. ദൈവം ഉണ്ട് എന്ന് പിശാച് വിശ്വസിക്കുന്നു, വിറക്കുന്നു എന്നാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. പിശാച് പോലും ദൈവത്തെ വിശ്വസിക്കുന്നു, എന്നാൽ പിശാചിൻ്റെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. പിശാച് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു. നമ്മളോ? നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക മാത്രമല്ല, ദൈവത്തെ ഭയപ്പെടുക മാത്രമല്ല, ഈ ദൈവം എൻ്റെ സ്വർഗസ്ഥനായ പിതാവായി തീർന്നു, അതിനുവേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, ജീവൻ തന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിശാചിന് ഇല്ലാത്ത ഒരു വിശ്വാസം നമുക്കുണ്ട്. പിശാചിന് ഈ വിശ്വാസം പിടിക്കാൻ പറ്റിയിട്ടില്ല. ദൈവം ഉണ്ടെന്ന് പിശാച് വിശ്വസിക്കുന്നു, വിറക്കുന്നു. എന്നാൽ നമ്മുടെ വിശ്വാസം ദൈവമുണ്ട്, തൻ്റെ അടുക്കൽ വരുന്നവനൊരു പ്രതിഫലമുണ്ട്. പിശാചിന് പ്രതിഫലമില്ല. എന്നിട്ടും ഈ പാവപ്പെട്ടവൻ യോബിൻ്റെ കാര്യം പറയാനും ദൈവദൂതന്മാർ നിൽക്കുന്ന കൂട്ടത്തിൽ അവിടെ ചെല്ലാനും എല്ലാം ഭയങ്കര ഉത്സാഹിയാണ്. ഒരു പ്രതിഫലവും ഇല്ലാതെ സേവനം ചെയ്യുന്ന ആള്. ഒത്തിരി പേര് പ്രയോജനമില്ലാതെ സേവനം ചെയ്യുന്നവരുണ്ട്, നല്ല സേവനം. പിശാച് അങ്ങനെയല്ല, അവന് ഒരു പ്രതിഫലവുമില്ല. ഒന്ന് ആലോചിച്ചു, എന്തൊരു ഹാർഡ് വർക്കാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കാൻ, വിശ്വാസത്തിൽ നിന്ന് കളയുക. അവൻ്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഏതായാലും ഞാൻ നരകത്തിലോട്ടാണ് പോകുന്നത്. അതാണ് യേശു ചെന്നപ്പോൾ ഗദരദേശത്ത് എന്നപ്പോൾ പിശാച് ഓടി വന്ന് പറഞ്ഞത്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, സമയത്തിന് മുന്നമേ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നു. അവന് സമയം അറിയാം. പിശാച് കയ്യിൽ വാച്ചൊക്കെ കെട്ടിയാ നടക്കുന്നേ. ഏത് വാച്ചാണെന്നൊന്നും അറിയില്ല. അവന് കൃത്യ സമയമൊക്കെ അറിയാം. സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നോ, എന്നെ ഈ ദേശത്ത് നിന്ന് അയച്ച് കളയരുതേ. കാരണം ഞങ്ങൾക്ക് ഈ ദേശത്തെക്കുറിച്ചൊക്കെ ഒരു പ്രോഗ്രാമുണ്ട്. അഥവാ ഞങ്ങളെ അയക്കുന്നു എങ്കിൽ അവനറിയാം അയക്കുമെന്ന്. എന്നാൽ ഈ പന്നിയിലേക്ക് കടക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ഈ ദേശം വിട്ടു പോകണ്ട. ഞങ്ങൾക്ക് കുറേ അസൈൻമെൻറ്റുകളുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്ത് തീർക്കണം. വെറുതെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എന്തെല്ലാം പരിപാടിയാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കുക. തെറ്റിച്ചതുകൊണ്ട് അവനെന്താ നേട്ടം? ഈ പിശാച് വീഴുന്ന തീക്കകത്ത് കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ട് തീയുടെ അളവ് കുറയോ? ഇല്ല. തീയുടെ ചൂട് കുറയോ? അതുമില്ല. പിശാച് ഇവന് കൊടുക്കേണ്ട ശിക്ഷ കുറക്കുകയില്ല, കൂട്ടുകയുള്ളൂ. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ഇവൻ അസൂയാലുവാണ്. അതായത് ദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം കുറയണം. ഇതാണ് അവൻ്റെ ആഗ്രഹം. ദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം കുറയണം. ഇത്രയേ ഉള്ളൂ. ഇവൻ ഇതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല. എന്നാൽ നാം ദൈവത്തെ വിശ്വസിക്കുന്നു, ഭയപ്പെടുന്നു. ദൈവത്തെ നമ്മുടെ പിതാവായി മാറാൻ നമ്മൾ വിശ്വസിച്ചു. ഇന്ന് ദൈവം നമ്മുടെ പിതാവാണ്. ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റുപറഞ്ഞു. പിശാചിനില്ലാത്തൊരു വിശ്വാസം നമുക്കുണ്ട്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചു, നമുക്ക് കരുണ ലഭിച്ചു. പിശാചിന് പാപമോചനമില്ല. നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നാം ഇന്ന് ദൈവമക്കളാണ്. കടുംചുവപ്പായ പാപം പോലെ ഹിമം പോലെ വെളുത്തു എന്ന് യെശയ്യാ 1 പറയുന്നതെല്ലാം നമ്മിൽ നിറവേറി. നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ അനുഗ്രഹത്തിൽ നമുക്ക് ആനന്ദിക്കാം. യേശു നമ്മെ സഹായിക്കട്ടെ. ചേർന്ന് പാടി യേശുവിനെ നമുക്ക് ആരാധിക്കാം. യേശുവേ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ, പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ, ശാരോനിൻ പനീർ പുഷ്പം അവൻ
ശക്തിയെ പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനെ പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനെ പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനെ. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ തിരക്കിനിടയിൽ ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് സഹകരിക്കുന്ന നിങ്ങൾ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. പ്രൈസ് ജനറേഷൻ ചർച്ചിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങളുടെ മേൽ പകരുന്നു. നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അതായത് ഒരു മീറ്റിംഗ്, ഒരു പ്രാർത്ഥന വിജയകരമാകുന്നത് മറ്റുള്ളവർ ഇതിൽ ഒരു കൂട്ടായ്മ തരുമ്പോഴാണ്. ഞാൻ പലപ്പോഴും തിരക്കുകളുടെ ഇടയിൽ പല മീറ്റിങ്ങുകളും ഇതുപോലെയുള്ളതൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെ സമയം കിട്ടാതെ വരുമ്പോൾ മറ്റു പല സാങ്കേതിക സൗകര്യങ്ങൾ കൊണ്ട് നിർത്തിക്കളയാൻ പോലും വിചാരിച്ച സമയത്ത് ആരെങ്കിലും വന്ന് പറയും, ജീസസ് എവരിഡേ കാണുന്നതാണ്. UK ചെന്നപ്പോൾ, ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ, ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവർ പറയുന്ന വാക്ക്, നിങ്ങളുടെ ആ പ്രാർത്ഥന, അതിരാവിലെയുള്ള പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് അയച്ചു തരിക, അത് ഞങ്ങൾക്കൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അതുപോലെ ഈ മീറ്റിങ്ങിന് ഒരു സാമ്പത്തിക കൈത്താങ്ങൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 37-38 വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചത്. ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. യേശു നിൽക്കുന്ന എവിടെയാണ്? ശലോമോന്റെ മണ്ഡപത്തിലായിരിക്കുമ്പോൾ തന്നെ യേശു വലിയൊരു ഉപദ്രവത്തിന് നടുക്കാൻ നിൽക്കുന്നത്. എത്ര പ്രശ്നത്തിന് നടുക്ക് നിന്നുകൊണ്ടും സത്യം വിളിച്ചു പറയുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാം. നിൽക്കുന്നത് പ്രതിസന്ധിയുടെ നടുവിലാണ്, എതിർപ്പുകളുടെ നടുവിലാണ്, വെല്ലുവിളികളുടെ നടുവിലാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന തരത്തിലാണ് യേശു ആയിരിക്കുന്നത്. എന്നിട്ടും യേശു അവിടെ നിന്നുകൊണ്ട് താൻ വലിയ പ്രസ്താവനകൾ നടത്തുന്നത് ഈ വാക്കുകളെല്ലാം ദൈവത്തിൻ്റെ വാക്കായതുകൊണ്ടാണ്. യേശു ഈ വാക്കുകൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അയ്യോ നമുക്ക് കഷ്ടം. യേശു പറഞ്ഞ ഈ വാക്കുകളാണല്ലോ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികളോട്. ദാഹത്തോടെ വന്ന ദൈവദാസന്മാർ ശക്തരായി മാറിയില്ലേ? ഓരോ രാജ്യത്ത് ഉണർവുണ്ടായത് എങ്ങനെയാണ്? ദൈവവചനത്തിലുള്ള വിശപ്പും പരിശുദ്ധാത്മാവിലുള്ള ദാഹവും കൊണ്ട് ദിനരാത്രങ്ങൾ മാറിയിരുന്ന് നിലവിളിച്ചവരല്ലേ അത്ഭുതങ്ങൾ കൊണ്ടുവന്നത്. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. ഉണർവിൻ്റെ നദികൾ ഒഴുക്കിയത് ആരാണ്? ഓരോ രാജ്യങ്ങളെ മാറ്റിമറിച്ച പലരുമുണ്ട്. ഇവാൻ റോബർട്ട് പോലെയുള്ള എത്രയോ ദൈവദാസന്മാർ, ചാൾസ് ഫിന്നി പോലെയുള്ളവർ, എല്ലാവരും വിശപ്പും ദാഹവും ഉള്ളവരായിരുന്നു. എവിടെയും നോക്കിക്കോ. ജോർജ് മുള്ളർ, കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ ജോർജ് മുള്ളറിൻ്റെ ആ വലിയ ബിൽഡിങ്ങുകൾ പോയി കണ്ടു. 25,000 അനാഥ കുഞ്ഞുങ്ങളെ വളർത്തിയ, വഴിയിൽ കിടക്കുന്ന, തണുപ്പിൽ പൊതഞ്ഞു കിടന്ന അനാഥ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി ഉന്നതന്മാരാക്കി രാജ്യത്തിൻ്റെ നെറുകയിൽ കൊണ്ടുവന്ന ജോർജ് മുള്ളർ. അദ്ദേഹം 100 പ്രാവശ്യത്തിലധികം മുട്ടിന്മേൽ നിന്നുകൊണ്ട് ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു. ആ ബിൽഡിംഗ് ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്ന ഒരു ഓഫീസർ പറഞ്ഞു, ഈ കാണുന്ന കൂറ്റൻ ബിൽഡിങ്ങുകളെല്ലാം ജോർജ് മുള്ളർ എന്ന ദേവദാസൻ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ച് വാങ്ങിയതാണ്. 1 രൂപ ആരോട് ചോദിച്ചിട്ടില്ല, എല്ലാം ദൈവം പ്രാർത്ഥനയിലൂടെ കൊടുത്തതാണ്. അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. ആ ജോർജ് മുള്ളറിൻ്റെ ആ ബിൽഡിങ്ങിൽ ചെല്ലുമ്പോൾ അവിടെ അനാഥ കുഞ്ഞുങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, പഴകിയ വസ്ത്രങ്ങൾ.
അതെല്ലാം കീറി തുടങ്ങി. പലരൊക്കെ ധരിച്ചു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഇസ്തിരിപ്പെട്ടി, കൽക്കരി ഉപയോഗിച്ച് ആ കനലുകളിട്ട് തേക്കുന്ന ഇസ്തിരിപ്പെട്ടി എന്ന് വേണ്ട അവിടെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ വെച്ചിട്ടുണ്ട്. ദൈവവചനം അദ്ദേഹത്തിന് വലിയ പ്രാർത്ഥനാ ജീവിതം കൊടുത്തു. പ്രാർത്ഥനാ ജീവിതം അദ്ദേഹത്തിന് വലിയ അഭിഷേകം കൊടുത്തു. ആ വലിയ അഭിഷേകം തൻ്റെ ജീവിതത്തിൽ വലിയ മറുപടികളെ കൊണ്ടുവന്നു. D.L. മൂഡി എന്ന ദൈവദാസൻ വലിയ സുവിശേഷകനായി മാറിയത് ജോർജ് മുള്ളറുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമെന്ന് അദ്ദേഹം D.L. മൂഡി തൻ്റെ പുസ്തകത്തിൽ പറയുന്നു. ആ കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു ദൈവദാസനാണ് ചാൾസ് സ്പർജൻ. ഇവരെല്ലാം വചനത്തിൻ്റെ മനുഷ്യരായിരുന്നു. സ്പർജന്റെ പ്രസംഗങ്ങൾ തന്നെ കെട്ടുകണക്കിന് അന്ന് വിൽക്കാൻ കിട്ടുമായിരുന്നു. അതുപോലെ പുസ്തകങ്ങൾ, പ്രസംഗങ്ങൾ, പ്രസംഗ കുറിപ്പുകൾ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഇംഗ്ലണ്ടിലെ രാജ്ഞി, ആ കാലത്തെ രാജ്ഞി വേഷം മാറി ടാബർനാക്കൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ചർച്ചിൽ ചെന്നിരുന്നു എന്ന് നമ്മൾ വായിക്കും. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയും. ഇതുപോലെ ദൈവം ഉപയോഗിച്ച് ഏവരെ നോക്കിക്കോ, വിശപ്പും ദാഹവും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ മങ്ങിപ്പോയെങ്കിൽ അതിൻ്റെ കാരണം വിശപ്പില്ല, ദാഹമില്ല. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞാൽ വിശപ്പ് വചനത്തിൽ നിന്ന് കിട്ടിയ ആ ഭക്ഷണം അത് ദഹിപ്പിക്കാനാണ് ദാഹം കൊണ്ടുവരുന്നത്. വിശപ്പും ദാഹവും. ഈ 2-3 ദിവസമായിട്ട് ഈ കാര്യം തന്നെ ആവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്ന പലർക്കും ഒരു ഉണർവിൻ്റെ തീയിടുകയാണ്. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, മണിക്കൂറുകൾ ബൈബിൾ വായിക്കാൻ പോവുകയാണ്. വിശപ്പും ദാഹം. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറയുന്ന ആ ദൈവദാസൻ്റെ അതേ ഒടുവിൽ ശുശ്രൂഷിച്ച ചർച്ചിൽ പോയിരുന്നു. അദ്ദേഹത്തെ അടക്കിയ സിമിത്തേരി പോയി കണ്ടു. ഇവിടെയെല്ലാം ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഇതുപോലൊരു ഭയങ്കരമാണ്. ജനങ്ങൾ കൂട്ടമായി സൗഖ്യമാകുന്നു. മരിച്ച 14 പേര് ഉയർത്തെഴുന്നേറ്റു. എന്താ ദൈവവചനം പറയുന്നു? എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. അതുപോലെ മരിച്ചവരെ ഉയർപ്പിക്കുകയും അസാധാരണമായിട്ട് വീര്യപ്രവർത്തികളും ചെയ്ത ഈ ദൈവദാസൻ ഇതെങ്ങനെയാണ് ഈ ഉന്നതമായ അനുഭവത്തിലേക്ക് വന്നത്? അതിൻ്റെ കാരണം ബൈബിളില്ലാത്തൊരു ജീവിതം തനിക്കില്ല. ബൈബിളില്ലാതെ തന്നെ കണ്ടാൽ ഇത്ര രൂപ തരാമെന്ന് താൻ വെല്ലുവിളിച്ചു. ഏതു നേരവും വേദപുസ്തകവുമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, സ്മിത്ത് വിഗിൾസ്വർത്ത്. അദ്ദേഹത്തിൻ്റെ ആ ചെറിയ ചർച്ചിൽ, ഏറ്റവും ഒടുവിൽ ശുശ്രൂഷിച്ച ചർച്ചിൽ ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ പ്രായമുള്ളവർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. 80-85 വയസ്സൊക്കെ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും മാത്രം, ചെറുപ്പക്കാരാരുമില്ല. 1 മണിക്കൂറത്തേക്ക് അവിടെ അങ്ങനെ തുറക്കാറില്ല. ഞാൻ ചെന്നപ്പോൾ 1 മണിക്കൂർ അവിടെ പ്രാർത്ഥനയാണ്. ആ ടൈം നോക്കിയാണ് ഞങ്ങളും ചെന്നത്. 1 മണിക്കൂർ അവിടെ തുറക്കുന്നു എന്ന് അറിഞ്ഞു. അവര് രാജ്യത്തിൻ്റെ ഉണർവിന് വേണ്ടി, കർത്താവെ ഇനിയും ഒരു ഉണർവ് അയക്കണേ. ആ പ്രാർത്ഥനയുടെ ഒടുവിൽ ആ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, 1 മണിക്കൂറാണ് അവർ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ അത്രയേ ഉള്ളൂ. ഒടുവിലത്തെ ആ 15 മിനിറ്റ് എന്നെ, എൻ്റെ കൂടെയുള്ള ഡാനി, ആനി അവരെയും കൂടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനു വന്നാണ്? ഞങ്ങൾ പറഞ്ഞു, ഇവിടെ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാനും ഞാൻ നാട്ടിൽ നിന്ന് വന്ന ഒരു സുവിശേഷകനാണെന്ന് പറഞ്ഞു. അവർ ഞങ്ങളെ വളഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. വളഞ്ഞിട്ട് തല്ലിയെന്നല്ല, വളഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ താഴെ വീണു. ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. അതുപോലെ ദൈവസാന്നിധ്യം വന്ന് ഞങ്ങൾ താഴെ കിടക്കുകയാണ്, കരയാൻ തുടങ്ങി. പിന്നീട് അറിഞ്ഞത് ഈ സ്ത്രീ, അതിനകത്ത് ഒരു സ്ത്രീ, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ആ സ്ത്രീ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ കൊച്ചുമകളുടെ മകളാണ്. അസാധാരണമായ അധികാരത്തിൽ ഒരു കൈവപ്പും പകർച്ചയൊക്കെ അന്ന് ലഭിച്ചു. എന്തുകൊണ്ട് ജനങ്ങൾ അവിടെ തപ്പി അന്വേഷിച്ചു പോകുന്നു?
അദ്ദേഹം മരിച്ച് 100 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പോലും ജനങ്ങളെ ഞെട്ടിക്കുന്നതാണ്. ചരിത്രങ്ങളുണ്ടാക്കി. എങ്ങനെ? വചനത്താലും പരിശുദ്ധാത്മാവിനാലും. സ്മിത്ത് വിഗിൾസ്വർത്ത് 26-ാമത്തെ വയസ്സിലാണ് ദൈവവചനം വായിക്കുന്നത്. അദ്ദേഹം കല്യാണം കഴിച്ച ശേഷം ഭാര്യയാണ് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്. ബൈബിൾ വായിക്കാൻ മാത്രമാണ് അദ്ദേഹം ഭാഷ പഠിച്ചത്, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും. അതിനു മുമ്പ് തൻ്റെ ഭാര്യയായിരുന്നു പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. പോകുന്നിടത്ത് എല്ലാവരും വചനം പറയും. എന്നാൽ ഒരു ദിവസം സ്മിത്ത് വിഗിൾസ്വർത്ത് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്. അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഇതെൻ്റെ ഭർത്താവല്ല, ഇതെൻ്റെ ഭർത്താവ് സ്മിത്തല്ല, ഇത് മറ്റൊരാളാണ്, ഒരു ദൈവദൂതനെ പോലെ. അന്ന് മുതൽ താൻ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഭാര്യ പിന്നീട് സംസാരിച്ചിട്ടില്ല. മുഴുവനും സ്മിത്ത് വിഗിൾസ്വർത്ത് ഏറ്റെടുത്തു. ഒരാത്മ പകർച്ചയുണ്ടായി. വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ, വിശപ്പും ദാഹമുള്ള വ്യക്തിയുടെ ജീവിതത്തിലൂടെ അസാധാരണമായ മൂവ്മെന്റുകൾ ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ ഉണർവിനെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കേൾക്കുന്ന നിങ്ങളിൽ എന്തോ ഒരു കത്തുന്ന തീ പുറത്ത് ചാടാൻ പോവുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. മരിച്ചവർ ഉയർക്കണം, ഭൂതങ്ങൾ വിട്ടുമാറണം, രോഗികൾ സൗഖ്യമാകണം. അസാധാരണ ദൈവപ്രവർത്തികൾ നമ്മുടെ അവകാശമാണ്. ഇന്ന് വരെ കാണാത്ത ദൈവപ്രവർത്തികളെ നമുക്ക് കാണാം, നമുക്ക് വിശ്വസിക്കാം. ലോകം മുഴുവനും പിശാച് അഴിഞ്ഞാടി ജനങ്ങളെ ദൈവകൃപയിൽ നിന്ന് മറിച്ചു കളയുമ്പോൾ, സ്മിത്ത് വിഗിൾസ്വർത്തിന്റെ നാട് പോലും പിശാച് കൈയടക്കി വെച്ചിരിക്കുമ്പോൾ, ഇതിനെല്ലാം തിരിച്ചു പിടിക്കുവാൻ മലയാളികളെ ദൈവത്തിന് ഉപയോഗിക്കാനുണ്ട്. UK-യിലുള്ള മറ്റു പല രാജ്യങ്ങളിൽ പാർക്കുന്നവർ ഇത് കേൾക്കുമ്പോൾ, നിങ്ങൾ പാർക്കുന്ന രാജ്യങ്ങളിലുള്ള ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും വിടുതലിലേക്കും സൗഖ്യത്തിലേക്കും നയിക്കുവാൻ വിശപ്പും ദാഹവുമുള്ള ഒരു വ്യക്തിയായി ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എഴുന്നേറ്റ് വരണം. വെറുതെ ബൈബിൾ വായിക്കുക, തുറന്ന കണ്ണുകൊണ്ട് ബൈബിൾ വായിക്കുക, വിശ്വാസം വിളിച്ചു പറയുക, ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഈ 3 കാര്യം ചെയ്യാൻ കഴിയില്ലേ? ബൈബിൾ വായന, വായിച്ചുകൊണ്ടേയിരിക്കുക, വിശ്വസിക്കാൻ വേണ്ടി വായിക്കുക, ദാഹത്തോടെ വിശപ്പോടെ വായിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, ബൈബിളിലെ ഓരോ ഭാഗങ്ങൾ വിശ്വാസത്താൽ കൺഫസ് ചെയ്യുക. പുറകെ അത്ഭുതങ്ങൾ കുമിഞ്ഞുകൂടുന്നത് നമ്മൾ കാണും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ മേലൊരു തീ ഇറങ്ങുന്നുണ്ടല്ലോ, അത് നിറയട്ടെ. അഭിഷേകത്തിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ. ഇന്ന് മുതൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ ഈ ദൈവവചന ധ്യാനത്തിലൂടെ ഇവരുടെ മേൽ വരട്ടെ. ഒരു പ്രത്യേക നിയോഗത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങളും വിടുതലുകളും ഇവരിലൂടെ ആയിരങ്ങൾക്ക് സംഭവിക്കട്ടെ. കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഒത്തിരി നന്ദി. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഈ ആഴ്ചയിലുള്ള ജീസസ് എവരിഡേ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരും കർത്താവിൻ്റെ കൃപ കൊണ്ട് മൂടട്ടെ. നിങ്ങൾ പല ആവർത്തി ഇതൊന്നുകൂടി കേൾക്കുക, വേദപുസ്തകം വായിക്കുക, വിശ്വാസത്തിൽ ജ്വലിക്കുക. നാളെ നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് രാവിലെ 8 മണിക്കാണ്. കടന്നു വരിക. നേരിട്ട് നിങ്ങളെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഒരുമിച്ച് നിറയാം. വീണ്ടും നമുക്ക് തിങ്കളാഴ്ച ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.